ഹലോ, വെൽക്കം ടു നിഷാസ് ഡ്രീംസ്. അപ്പം ഇന്ന് ഞാൻ സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ഡീപ്പ് ക്ലീനിങ് ചെയ്തില്ലായിരുന്നു. അപ്പോൾ അതിനെ പറ്റിയിട്ടൊന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു ക്ലീനിങ്ങിനെ ബേസ് ചെയ്തുള്ള ഒരു എക്സ്പീരിയൻസ് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. കാരണം ഒരുപാട് പേര് ആ വീഡിയോയ്ക്ക് ശേഷം അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ നമ്പറൊക്കെ തരുന്നതിനൊക്കെ മുമ്പേ എനിക്ക് അതിനെ ബേസ് ചെയ്തൊരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അപ്പം ഞാൻ ആ പേരൊക്കെ ലാസ്റ്റ് പറയാം. അപ്പോൾ അതിനു മുമ്പേ നമുക്കുണ്ടായ അത്ര ഒരു ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലാത്ത രീതിയിലായിരുന്നു ആ ക്ലീനിങ് കംപ്ലീറ്റ് ചെയ്ത്. ക്ലീനിങ്ങിൻ്റെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ ഇത് സ്റ്റാർട്ട് ചെയ്തത് ശരിക്കൊരു ക്ലീനിങ് നടക്കുന്നതിനൊരു 10 days മുമ്പേ ആണ്. അപ്പം എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരിക്കലും ഈ സൈറ്റിലെ റിവ്യൂസ് വെച്ചിട്ട് ഇവരെ ഒരിക്കലും വിളിക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ, അവർ എപ്പോഴും ഫോർ എക്സാമ്പിൾ ഇന്നിപ്പം ഞാൻ രാവിലെ റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. റിവ്യൂ ഇട്ടത് അവർ വിതിൻ ഒരു 15-20 minutes അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് എന്താണ് ഞാൻ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോഴും സൈറ്റിൽ നോക്കുമ്പോൾ ഒരു 100 റിവ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഒരു 4-5 എണ്ണമേ മോശമായിട്ടുള്ള റിവ്യൂ കാണത്തുള്ളൂ. അപ്പോൾ എനിക്കും ഒരു അബദ്ധം പറ്റിയത് അവിടെയായിരുന്നു. റിവ്യൂ കണ്ടിട്ടാണ് ഞാൻ ഇവരെ സെലക്ട് ചെയ്തത്. അപ്പോൾ റിവ്യൂ ബാക്കി മോശമായിട്ടുള്ള റിവ്യൂസൊക്കെ അവർ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ എൻ്റെ റിവ്യൂ ഡിലീറ്റ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ വീഡിയോ ആയിട്ട് ഞാൻ വരില്ലായിരുന്നു. ഡിലീറ്റ് ചെയ്തത് കാരണം എനിക്കത് എന്തായാലും യൂട്യൂബിൻ്റെ അകത്ത് തന്നെ പറയണമെന്ന് തോന്നി. അപ്പോൾ അവർക്കത് ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഇത് തുടങ്ങി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് ചെയ്യുന്നതിനൊരു 10 days മുമ്പേ ഇവരുടെ ഒരു മാനേജറിൻ്റെ പേരൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല, കാരണം അതിനത്ര ഇമ്പോർട്ടൻസ് അല്ല. ഞാനൊരു ജനറലൈസ്ഡ് ആയിട്ടാണ് കേട്ടോ പറയുന്നത്. നിങ്ങൾ എനിക്ക് പറ്റിയ അല്ലെങ്കിൽ ഞങ്ങൾക്ക് പറ്റിയ അബദ്ധം വേറെ ആർക്കും പറ്റരുതെന്നുള്ള ഒരു രീതിയിലാണ് ഇത് പറയുന്നത്. അപ്പം നിങ്ങൾ ഇപ്പം ആരെങ്കിലും ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ ഒരു ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. സെലക്ഷനും പിന്നെ ബാക്കി ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇത് തുടങ്ങിയത് ഇതിൻ്റെ ഒരു മാനേജർ ഞങ്ങളുടെ വീടൊക്കെ വിസിറ്റ് ചെയ്ത് എല്ലാം ഇങ്ങനെ വന്നു. ഒരു 2 മിനിറ്റിനായത് മൊത്തം നോക്കി. ഒരു പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾ രാവിലെ ഒരു 9:30 വരും. 9:30 വന്നു കഴിഞ്ഞാൽ ഒരു 5 മണിയാകുമ്പോൾ ഇത് മൊത്തം ക്ലീൻ ചെയ്യും. അപ്പോൾ ഞാൻ എന്തൊക്കെ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ, എല്ലാ കബോർഡുകളും അവർ എടുത്ത് എല്ലാം അതുപോലെ തന്നെ തിരിച്ച് വെക്കും എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റും പറഞ്ഞിട്ട് പുള്ളി പോയി. അപ്പോൾ ചെയ്യേണ്ടതിൻ്റെ തലേദിവസം വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ ഞാൻ 2 ദിവസം മുന്നേ, അതായത് ചെയ്യേണ്ടതിൻ്റെ 2 ദിവസം മുന്നേ വിളിച്ച് പറഞ്ഞു. അപ്പോൾ കറക്റ്റിന് 9:30 എന്നുള്ളത് 9:45 പോട്ടെ, 9:45 വന്നു. അവർ 4 ലേബർ വന്നു. പുള്ളിയും കൂടെ വന്നിട്ട് വർക്കൊക്കെ തുടങ്ങിയ ഒരു ബെഡ്റൂംസിൽ നിന്ന് കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി. അപ്പോൾ സ്റ്റാർട്ടൊക്കെ ഭയങ്കര ഇമ്പ്രസീവൊക്കെ ആയിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് കുറച്ചൊരു 2 പേര് ഒരു റൂമിലും 2 പേര് മറ്റേ ബെഡ്റൂമിലും, അങ്ങനെ 2 ബെഡ്റൂംസിലായിട്ടായിരുന്നു തുടങ്ങി. ഒരാൾ ടോയ്ലറ്റിൽ, ഒരാൾ ഇതിലും. അങ്ങനെ ചെയ്ത് തുടങ്ങി കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് മാനേജർ എന്ന് പറയുന്ന ഈ വ്യക്തി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത്, ഒരു സീനിയർ ഒരു ലേബറാണ് പിന്നീട് സൂപ്പർവൈസർ ആക്കി പുള്ളി അങ്ങ് നിയമിച്ചിട്ട് അങ്ങ് പോയി. അപ്പം അയാളുടെ പണിയെടുക്കുമോ സൂപ്പർവൈസ് ചെയ്യുമോ? അപ്പം അയാൾ പണിയും എടുക്കണം, സൂപ്പർവൈസ് ചെയ്യണം. അത് രണ്ടും കൂടെ അയാളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ പറയുന്ന ഫസ്റ്റ് പോയിന്റ് എന്താണ്, നമ്മൾ ഒരിക്കലും റിവ്യൂ വെച്ചിട്ട് പോരുത്. സെക്കൻഡ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും ഒരു സൂപ്പർവൈസർ ഇല്ലാതെ ഒരിക്കലും നിങ്ങൾ ആ പോയിന്റിൽ വർക്ക് സ്റ്റോപ്പ് ചെയ്തോളണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സൂപ്പർവൈസർ ഇല്ലാതെ ഒരിക്കലും വർക്ക് ചെയ്യാൻ സമ്മതിക്കരുത്. കാരണം അവരുടെ സീക്വൻസ് എങ്ങനെയാണെന്നുള്ള നമുക്കൊരു പിടിയുമില്ല. അതാണ് രണ്ടാമത്തെ കാര്യം. ഇപ്പം ഈ കേസിൽ സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 10:30 തുടങ്ങി, 10 വർക്ക് തുടങ്ങി. ഒരു 10:30 10:45 ആയപ്പം ഈ പുള്ളി അങ്ങ് പോയി കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു കുറച്ച് കഴിയുമ്പോൾ ആരെങ്കിലും വരുമായിരിക്കുന്നത്. സൂപ്പർവൈസർ എന്ന് പറയുന്ന ഒരു വ്യക്തി വന്നത് എത്ര മണിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ 2:30 മണിക്ക് വന്നു. 2:30 മണിക്ക് വന്നിട്ട് അത് ആ
2:30 മണിക്ക് അപ്പം അത്രയും നേരം ഈ 10:45 മുതൽ 2:30 മണി വരെ ഞാൻ തന്നെയായിരുന്നു ഇവരുടെ പുറകെ നടന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ എന്തെങ്കിലും കാണിച്ചു വെച്ചിട്ട് പോയാൽ പിന്നെ നമുക്ക് തന്നെയല്ലേ ഇരട്ടി പണി. അപ്പം ഞാൻ ഈ 10:45 മുതൽ 2:30 മണി വരെ ഞാൻ ഇവരുടെ പുറകെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് 1:15 വരെ അവർ വർക്ക് ചെയ്തു. പിന്നെ അവർ 2 മണി വരെ അവരുടെ ലഞ്ച് ടൈം ആയിരുന്നു. അപ്പോൾ ഈ ഇത്രയും ഇടയ്ക്കുള്ള ഈ 2:30 മണിക്കൂർ ഞാൻ തന്നെ സൂപ്പർവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. 2:30 ആയപ്പോൾ സൂപ്പർവൈസർ വന്നു. അയാൾ നിന്ന അത്രയും സമയം, അതായത് അയാളൊരു 4:45 ആയപ്പം പെട്ടെന്ന് പുള്ളിക്ക് ഒരു ഫോൺ ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ ഇപ്പം ഒരു അരമണിക്കൂറിനും വരാമെന്ന് പറഞ്ഞ് പുള്ളി ഓഫീസിൽ പോകാമെന്ന് പറഞ്ഞ് പോയി. പിന്നെ ഈ 4:45 പോയ ആൾ വരുന്ന സമയം 9:30-9:45 അപ്പോഴത്തേക്ക് അത് കഴിഞ്ഞ് അഗെയിൻ ആ ഗ്യാപ്പിൽ ഒന്നും സൂപ്പർവൈസ് ചെയ്യാൻ ആളില്ല, ഞാൻ തന്നെയായിരുന്നു സൂപ്പർവൈസർ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ സൂപ്പർവൈസർ ഇല്ലാതെ നിങ്ങൾ ഒരിക്കലും വർക്ക് എടുക്കരുത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഈ 4 ലേബേഴ്സ് വന്നതിൻ്റെ അകത്ത് 2 പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം എക്സ്പീരിയൻസ് ഉണ്ട്, അവർക്ക് വർക്ക് ചെയ്യാനുള്ള മൈൻഡ് ഉണ്ട്. ബാക്കി 2 പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ തനി ഉഴപ്പന്മാരെ വെച്ചുകൊണ്ടാണ് ഇത് ചെയ്ത്. അപ്പോൾ എനിക്ക് ഈ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ വോളിയം ഓഫ് വർക്ക് കണ്ടിട്ടാണ് ഇവർ പോയത്, മാനേജർ. അപ്പം അവർക്ക് വർക്ക് എത്ര മണിക്കൂറിനകം തീർക്കാൻ പറ്റും എന്നുള്ളത് അവർക്കൊരു അസസ്മെന്റ് വേണം. അതിനനുസരിച്ച് അവരെ ആളിനെ ഇടണം. അല്ലാതെ അവർക്ക് ഈസ്റ്റർ അടുപ്പിച്ചായതുകൊണ്ട് ആളിനെ ഇല്ല, അല്ലെങ്കിൽ സൂപ്പർവൈസർ ലീവിലായിരുന്നു എന്നുള്ളത് ഒരു കസ്റ്റമറിന്റെ ഒരു പ്രോബ്ലം അല്ല, അത് വേറൊരു പ്രശ്നം. അതായത് ഇപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ രാത്രിയിൽ വർക്ക് തീർത്തത് എത്ര മണിക്കാണെന്നറിയാമോ? 10:30 മണിയായി രാത്രിയിൽ. അതവിടെ നിൽക്കട്ടെ, 10:30 മണിയായി. അത് കഴിഞ്ഞിട്ട് ഈ 10:30 മണി ആവാനുള്ള റീസൺ ഞാൻ ഈ മാനേജറുമായിട്ട് സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞതിൻ്റെ റീസണാണ് ഏറ്റവും രസകരമായ കാര്യം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടു കാണുമല്ലോ, ഞങ്ങൾ ആ വീഡിയോയുടെ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് എല്ലാം കൂടെ ഒരു 1/4 മണിക്കൂർ എടുത്ത് കാണുള്ളൂ. ഈ അത്രയും നേരം അവിടെ എവിടെയും ക്ലിപ്പിംഗ് എടുത്തത് കൊണ്ടാണ് അവരുടെ 5 മണിക്ക് തീരേണ്ടവർക്ക് 10:30 തീർന്നെന്ന് അവരെൻ്റെ അടുത്ത് പറഞ്ഞു. അതെങ്ങനെയുണ്ട് ആ തമാശ? അങ്ങനെ അതാണ് വേറൊരു രസകരമായ കാര്യം. അവർക്കൊരു എഫിഷ്യൻ്റ് ആയിട്ട് ഒരു സൂപ്പർവൈസറിനെ വിട്ടൊരു വർക്ക് മോണിറ്റർ ചെയ്ത് തീർക്കാൻ പറ്റാത്തതിന് നമ്മളാണ് കുറ്റക്കാരെന്നാണ് അയാൾ എൻ്റെ അടുത്ത് പറയുന്നത്. അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വർക്ക് പിന്നെ ഞാൻ 9:30 ആയപ്പോഴത്തേക്ക് എനിക്ക് രാത്രി സഹി കിട്ടു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയാൻ വന്ന കാര്യം, കിച്ചൻ്റെ സ്ലാബുകൾ ഇവർ ക്ലീൻ ചെയ്തു. ചോദിച്ചപ്പോൾ എല്ലാം ചെയ്തു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ 1 by 1 ഞങ്ങളിങ്ങനെ ഓരോ കോർണേഴ്സിൽ ഓരോ ഒരു ഇത് വെച്ചിട്ടുണ്ട്, ഓരോ മിക്സി വെച്ചിട്ടുണ്ട്, ഒരു ഭരണി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ പതിയെ നീക്കി നോക്കിയപ്പോൾ അതിൻ്റെ പുറകിലോട്ടൊന്നും ഇവർ ടച്ച് ചെയ്തിട്ടില്ല. പിന്നെ ഞങ്ങളുടെ കിച്ചൺ വോൾസ് ഉള്ള അഴുക്കെല്ലാം അതുപോലെ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ ഈ 8:30 മണിയായപ്പോൾ അവിടുത്തെ 2 പയ്യന്മാരെടുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ കംപ്ലൈൻറ്റ് ചെയ്യരുത് സാർ, ഞങ്ങൾ രണ്ടാമത് മുഴുവൻ ചെയ്തു തരാമെന്ന് പറഞ്ഞാൽ അവരെ 2 പേരും അവിടെ നിന്നുകൊണ്ട് 8:30 മണി മുതൽ കംപ്ലീറ്റ് ഒരു 1.25 മണിക്കൂർ എടുത്താൽ അത് രണ്ടാമത് സെക്കൻഡ് ക്ലീനിങ്. അപ്പം ഞാൻ വീഡിയോ എടുത്തത് കൊണ്ടല്ലായിരുന്നു പ്രശ്നം, അവരുടെ സൂപ്പർവിഷൻ ആളില്ലാത്തതുകൊണ്ടാണ് പ്രശ്നം. അപ്പം ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ 9:30 ആയപ്പോൾ എനിക്ക് സഹി കേട്ടിട്ട് ഞാൻ ഈ മാനേജർ, സോ കോൾഡ് ഗ്രേറ്റ് മാനേജറിനെ വിളിച്ചു കഴിഞ്ഞപ്പം പുള്ളി പെട്ടെന്ന് എവിടെ നിന്നോ ഒരു 5-10 മിനിറ്റിനകം സൂപ്പർവൈസർ 9:45 ആയപ്പോൾ ഒരു പേപ്പറൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വന്നു. അപ്പോൾ പുള്ളി ലാസ്റ്റ് വന്ന് എന്തിനാണ് വന്നത്? നമ്മളുടെ നിന്ന് മറ്റേ സൈൻ ചെയ്ത് മേടിച്ച്, നമ്മളുടെ നിന്ന് വർക്ക് കംപ്ലീഷൻ സൈൻ ചെയ്ത് മേടിച്ചിട്ട് ആ പൈസയുടെ പരിപാടിയൊക്കെ തീർക്കാനായിട്ട് പുള്ളി ഇങ്ങോട്ട് വന്നു. അപ്പം നമ്മളിപ്പം 5 മണിക്ക് തീരേണ്ടവർക്ക് 10:30 മണിയായപ്പോഴത്തേക്ക് ലാസ്റ്റ് ഇവർക്ക് ഈ ഹോളും മറ്റേ ഡൈനിങ് റൂമും എല്ലാം കൂടെ തീരാതായപ്പോഴത്തേക്ക് 9:30 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ബെഡ്റൂമിൽ കയറി. ഇവരാ ഹോള് മറ്റേ ഡൈനിങ് റൂം ക്ലീൻ ചെയ്യാനായിട്ട് മറ്റേ മോപ്പിംഗ് സംഭവം ചെയ്യാനായിട്ട് വന്നപ്പോഴത്തേക്ക് സോപ്പൊക്കെ എടുത്ത് എറിഞ്ഞ് ആ സോപ്പെല്ലാം തെറിച്ച് വെള്ള വോളിലെല്ലാം കുറച്ച് പാടൊക്കെ ആയിട്ടുണ്ട്. സോപ്പിൻ്റെ കറ പറ്റിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ ജസ്റ്റ് 1-2 ഫോട്ടോസൊക്കെ ഞാൻ കാണിക്കാം. മെയിനായിട്ട് എനിക്ക് വന്ന ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ, കർട്ടൻ ഒരു സൈഡ് കർട്ടൻ ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് അവരുടെ മെഷീൻ തട്ടി അത് ബേണായിട്ട് അത് ഒരു സ്ഥലത്ത് ബേണുമായി വേറെ സ്ഥലത്ത് കീറുകയും ചെയ്തു, താഴെ മേളിലായിട്ട്.
അപ്പം ഇതിൻ്റെ കാര്യം നമ്മളുടെ മാനേജർ സാറിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇത് ഒരിക്കലും അങ്ങനെ ഇതാകത്തില്ല, ഞാൻ വേണേൽ അരമണിക്കൂർ ഞാൻ മെഷീൻ ഓൺ ചെയ്തിട്ട് തരാം, അത് കണ്ടാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമുള്ളൂ, അത് മെഷീൻ തട്ടിയതാണ്, അത് അതിൻ്റെ ഏതോ ഒരു ചൂടുള്ള ഭാഗം, മെഷീൻ ചൂടായിട്ട് ആ ചൂടുള്ള ഭാഗം തട്ടി നമ്മൾ ഈ ബേൺ ആകത്തില്ലേ, അതേപോലെ തന്നെ സംഭവം നമ്മൾ അയൺ ചെയ്യുമ്പം ചൂടാവുന്ന പോലെ തന്നെ ചൂടായ ഒരു സംഭവമേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം അത് പുള്ളി പറഞ്ഞു കഴിഞ്ഞപ്പം, പുള്ളി കുറച്ച് കഴിഞ്ഞപ്പം ഫോൺ ചെയ്തപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് ഇങ്ങോട്ട്, സാർ എന്താ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഇത്രയും നേരം ഞാൻ മര്യാദയുടെ ഭാഷയല്ല സംസാരിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ ഇങ്ങോട്ട് വരട്ടുന്നു. ഞാൻ എൻ്റെ 10:30 ആയപ്പോഴത്തേക്ക് പുള്ളി എൻ്റെ അടുത്ത് ലാസ്റ്റ് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്നറിയോ, സാറ് വർക്ക് കംപ്ലീഷൻ സൈൻ ചെയ്തു, സൈൻ ചെയ്ത് കഴിഞ്ഞ് പിറ്റേ ദിവസം ആയപ്പോഴാണ് സാർ അതൊക്കെ കണ്ടുപിടിച്ചതെന്ന്. ഒരു കാര്യം ആലോചിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാത്രിയിൽ 10:30 മണിയായപ്പോഴാണ് ഈ വർക്ക് തീരുന്നത്. അപ്പോൾ 10:30 മണിക്ക് ഞാനിനിയും വീടിൻ്റെ ഓരോ മുക്കിനും മൂലയ്ക്കും ചെന്നിട്ട്, അവർക്കുണ്ട് ബെഡ്റൂം 1, ബെഡ്റൂം 2 എന്ന് പറഞ്ഞ ഓരോ പോയിൻ്റായിട്ട് ചെക്ക് ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ പഠിച്ച വേറൊരു പാഠം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തൊക്കെ തന്നെ സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലും അവരുടെ ആ ചെക്ക് ലിസ്റ്റ് 1 by 1 ആയിട്ട്, നിങ്ങളുടെ ഉറക്കം പോയാലും ശരി, അത് 1 by 1 പോയിൻ്റായിട്ട് ചെക്ക് ചെയ്യാതെ അത് സൈനും ചെയ്ത് കൊടുക്കരുത്, ആ വർക്ക് കംപ്ലീഷൻ സൈനും ചെയ്ത് കൊടുക്കരുത്. ഞാൻ എൻ്റെ മാന്യതയ്ക്ക് അത് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ പേയ്മെൻറ്റ് അപ്പം തന്നെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. 5 മിനിറ്റ് പോലും ഞാൻ ഡിലേ വരുത്തിയിട്ടില്ല. അതാണ് ഞാൻ ചെയ്ത മൂന്നാമത്തെ മിസ്റ്റേക്ക് അതായിരുന്നു. പേയ്മെൻറ്റ് അപ്പം തന്നെ കൊടുത്തു, ആ പേപ്പറും സൈൻ ചെയ്ത് കൊടുത്തു. അപ്പം ഈ കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും ശ്രദ്ധിച്ചോളണം. അതായത് ഈ ഒരിക്കലും ആ പേപ്പർ സൈൻ ചെയ്ത് കൊടുക്കരുത്. എല്ലാ ഇതും നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം. ഞാൻ പഠിച്ച പാഠങ്ങൾ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇവർ പറയുന്ന ഒരു കാര്യവും നിങ്ങൾ ആദ്യമേ തന്നെ വിശ്വസിക്കരുത്. ഇതിൻ്റെ വേറെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മുടെ തുണി കബോർഡുകൾ ഒന്നും ഞങ്ങൾ ടച്ച് ചെയ്യിച്ചിട്ടില്ല കേട്ടോ, ഈ 2 റൂംസിലെ. അപ്പം അതും കൂടെ ടച്ച് ചെയ്തിരുന്നെങ്കിൽ ഇവരെടുക്കാൻ പോകുന്ന സമയം കൂടെ ഒന്ന് ആലോചിച്ച് നോക്കണം. തുണി കബോർഡുകൾ ഒറ്റയൊരെണ്ണം ടച്ച് ചെയ്തിട്ടില്ല. അപ്പം ഇവരാദ്യമേ വന്ന് ഈ വീട് ഇൻസ്പെക്ട് ചെയ്യുന്ന ഒരു സാധനം വിശ്വസിക്കരുത്, അൺലെസ് അവർ പ്രോപ്പറായിട്ട് സൂപ്പർവിഷൻ ഇത് ഒന്ന് വിശ്വസിക്കരുതെന്നുള്ളതാണ്. സെക്കൻഡ് തിങ്, സൂപ്പർവൈസർ ഇല്ലെങ്കിൽ അപ്പോൾ തന്നെ വർക്ക് സ്റ്റോപ്പ് ചെയ്യിച്ചോളണം. ലേബറിനെ ഒറ്റയ്ക്ക് വർക്ക് ചെയ്യാൻ സമ്മതിക്കരുത്. കാരണം എന്താ വെച്ചാൽ, ഇവരെന്തെങ്കിലും ഡാമേജ്, എന്തെങ്കിലും പ്രശ്നം വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ റിവേഴ്സിലടിക്കും. പിന്നെ പേപ്പർ സൈൻ ചെയ്ത് ഒരിക്കലും കൊടുക്കരുത്. ഞാനന്ന് കൊടുത്ത എൻ്റെ മിസ്റ്റേക്കാണ്. കാരണം എന്താ വെച്ചാൽ, ഒരുപാട് സമയമായിരുന്നു. പിന്നെ ആ സൂപ്പർവൈസർ രാത്രിയിൽ വന്ന് ഇത് മൊത്തം ചെക്ക് ചെയ്ത് നിൽക്കാൻ നിന്ന് കഴിഞ്ഞാൽ രാവിലെ 10 മണിക്ക് തുടങ്ങിയ രാത്രി 12:30 ആയാലും ഒന്നും തീരത്തില്ലായിരുന്നു. അതാണ് വേറൊരിത്. പിന്നെ പൈസ ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കൊടുക്കാവൂ. ഒരിക്കലും അതിനു മുന്നേ ഉള്ളത് കൊടുക്കരുത്. ഇനിയിപ്പോൾ ഈ കർട്ടൻ ഞാൻ എൻ്റെ എക്സ്പെൻസിൽ റീപ്ലേസ് ചെയ്യണം. പിന്നെ ഈ വാൾസിലെല്ലാം അവരുടെ മെഷീൻ തട്ടിയും അവർ സോപ്പ് എറിഞ്ഞത് എല്ലാം ഇനി എനിക്ക് ടച്ച് ചെയ്യാനുണ്ട്. അതെല്ലാം എൻ്റെ എക്സ്പെൻസിൽ തന്നെ റീപ്ലേസ് ചെയ്യണം. അപ്പം നിങ്ങൾ പ്രത്യേകിച്ച്, ഇനിയിപ്പോൾ ഞാൻ കമ്പനിയുടെ പേര് പറഞ്ഞുതരാം. ഞാൻ ബ്രൈറ്റ് ഹൗസ് ക്ലീനിങ് കമ്പനി എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ഹോളിഡേ ഇൻ ഹോട്ടലിൻ്റെ അടുത്ത് എവിടെയോ ആണ്. ഞാൻ ആ കമ്പനി സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല, പക്ഷെ അവർ പറയുന്ന കാര്യങ്ങൾ പ്രത്യേകം സൂക്ഷിച്ചോളണം. ഇത് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ പറയുന്നത്. എല്ലാവർക്കും എക്സ്പീരിയൻസ് വന്നോളണമെന്നൊന്നുമില്ല. എൻ്റെ ഒരു ബിറ്റർ എക്സ്പീരിയൻസിൽ നിന്ന് ഞാനിത് ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇത്രയും കാര്യങ്ങൾ, അതായത് നമ്മൾ ഒരിക്കലും അവർ പറയുന്നത് വിശ്വസിക്കരുത്. രണ്ടാമത്, എന്ത് കണ്ടീഷനിലും സൂപ്പർവൈസർ ഇല്ലാതെ വർക്ക് ചെയ്യരുത്. പിന്നെ അവരുടെ അടുത്ത് ഈ ആദ്യമേ എഗ്രി ചെയ്ത വർക്കുകളെല്ലാം തീർക്കാതെ 1 ഇഞ്ച് അവരെ അനങ്ങാൻ സമ്മതിക്കരുത്. പിന്നെ പൈസ എല്ലാം കഴിഞ്ഞതിന് ശേഷം പ്രോപ്പർ ആ ചെക്ക് ലിസ്റ്റ് മുഴുവൻ ചെക്ക് ചെയ്യാതെ ആ ഇത് സൈൻ ചെയ്ത് കൊടുക്കുകയും ചെയ്യരുത്. എന്ത് കണ്ടീഷനിലും അവർ പിറ്റേ ദിവസം വരുത്തിയാലും ചെയ്തു കൊടുക്കരുത്. അപ്പം ഇതിൻ്റെ എല്ലാം കഴിഞ്ഞ് ഞാൻ ആ റിവ്യൂ ഇതിൻ്റെ അകത്ത് ഇട്ട് കഴിഞ്ഞാൽ, പിന്നെ നിങ്ങൾ റിവ്യൂ വെച്ചിട്ട് ഒരിക്കലും പോരുത്. ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു, റിവ്യൂ വെച്ചിട്ട് ഒരിക്കലും പോകരുത്. കാരണം അവർ നല്ല റിവ്യൂസ് മാത്രമേ ഈ സൈറ്റുകളിൽ ഇടത്തുള്ളൂ. ഞാൻ വളരെ ഇപ്പം ഈ പറഞ്ഞ അത്രയും കണ്ടന്റ് വിത്ത് ഫോട്ടോസ് ഞാൻ ആ റിവ്യൂവിൽ ഇന്ന് രാവിലെ ഇട്ടത് അവർ വിത്തിൻ 15 മിനിറ്റ്സ് അവർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്.
റിവ്യൂസ് വെച്ചിട്ട് ഒരിക്കലും ഒരു കമ്പനിയെ സെലക്ട് ചെയ്യരുത്. കാരണം അവർ വിചാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ഗുഡ് റിവ്യൂസ് മാത്രം മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഒരു 200 റിവ്യൂ ഉണ്ടെങ്കിൽ ഒരു 5 ചെറിയ ബാഡ് റിവ്യൂസ് മാത്രം ചെയ്തിട്ട് ബാക്കിയെല്ലാം അവർ ഡിലീറ്റ് ചെയ്ത് കളയാൻ അവരെ കൊണ്ട് പറ്റും. ഇപ്പം ഈ ചാനലിലിടുമ്പോൾ അവർക്ക് ഏതായാലും ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റത്തില്ലല്ലോ. ഇത് ഞാനിപ്പോൾ ജനറലൈസ്ഡ് ആയിട്ടാണ് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇങ്ങനത്തെ ഏജൻസികളെ വിളിക്കുമ്പോൾ. അത് എനിക്ക് ഉണ്ടായ ഒരു ബിറ്റർ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്തു എന്ന് മാത്രം. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ചിക്കൂസ് വരുന്നവരെ നമുക്ക് തൽക്കാലത്തേക്ക് ബൈ ബൈ, സീ യു.